എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുണ്ടന്നൂർ പുഴയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തേജസ് രാജ് എന്ന LLB വിദ്യാർത്ഥി, കുസാറ്റിലെ LLB വിദ്യാർത്ഥിയാണ്. അവർ സുഹൃത്തുക്കൾക്കുമൊപ്പം ഇവിടെ എത്തുകയും പിന്നീട് കാണുന്ന അക്കരയിലേക്ക് നീന്തിപ്പോവുകയും പിന്നീട് തിരിച്ച് നീന്തി വരുന്ന വഴിയിൽ പകുതിയിൽ വെച്ച് മുങ്ങിപ്പോവുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് സംഭവം. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഇവരിവിടെ എത്തുന്നത്. അതിനുശേഷം 5 മണിയോടുകൂടി തന്നെ ഇവരെ ഈ തേജസ് രാജിന് വേണ്ടിയുള്ള തെരച്ചിൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തിയതുമാണ്. പക്ഷേ ഇതുവരെ തേജസ് രാജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തേജസ് രാജിൻ്റെ സുഹൃത്തുക്കൾ, കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർ പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എത്തിയതെന്നാണ്. അല്ലേ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയല്ലേ ഇവിടെ എത്തിച്ചേർന്നത്? അതെ അതെ, തേജസും അവനിവിടുത്തെ സ്വദേശിയാണ്. അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ വൈകുന്നേരം ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇവർ ഇവിടെ കടവിൽ ഇറങ്ങിയതാണ്. പിന്നെ അവൻ അത്യാവശ്യം നീന്താൻ അറിയാവുന്നൊരു പയ്യനും കൂടെയാണ്. അപ്പോൾ അക്കരെ പോകുന്ന വഴിക്ക് അവൻ മുങ്ങി. തെരച്ചിൽ ഫയർഫോഴ്സ് ഇന്നലെ നോക്കി. ഇന്നലെ അയക്കുന്ന 5 മണി വരെ അവർ വൈകുന്നേരം നോക്കി. ഇവിടെ നഗരസഭയിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. പിന്നെ ഇന്ന് ഒരു ഉച്ചയോടെ നേവിയും വന്ന് അന്വേഷിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ നേവി നിർത്തി. ഇപ്പോൾ തൽക്കാലം ഇതുവരെയും കിട്ടിയിട്ടില്ല ബോഡി. അതാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തിരച്ചിൽ നടത്തിയതാണ്. രാത്രി വരെ ഇവർ തിരച്ചിൽ നടത്തി, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്ന് രാവിലെയും തിരച്ചിൽ പുനരാരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം നേവിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും വിദഗ്ധ സംഘവും തിരച്ചിൽ നടത്തിയതാണ്. ഇപ്പോൾ നേവിയുടെ സംഘം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഇതുവരെയും തേജസ് രാജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ റാം ഷാസിപ്പി, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.